ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടി ടൊയോട്ടയുടെ ടൈസർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഫ്രോൺസിന്റെ സെയിം മോഡൽ തന്നെയാണ് ടൊയോട്ട മാരുതിയുടെ ഫ്രോൺസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ സെയിം മോഡൽ തന്നെയാണ് ടൊയോട്ടയുടെ ടൈസർ എന്ന് പറഞ്ഞ വണ്ടിയും വരുന്നത്. അപ്പോൾ അതിന്റെ സീറ്റും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഗ്ലാൻസ്, അതുപോലെ തന്നെ ഫ്രോൺസ്, അതുപോലെ തന്നെ ടൈസർ, ഏറെക്കുറെ ഇതിൻ്റെ സീറ്റെല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ മോഡലും അതിൻ്റെ കട്ടിങ്സ് എല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന വർക്കുകളൊന്നും നമ്മൾ സീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിനൈൽ മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. സീറ്റ് നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ബ്ലാക്കാണ്. ഫുള്ള് ബ്ലാക്കിൽ സെൻറ്ററിൽ റൂള്, സൈഡിൽ ചെറിയൊരു ഡയമണ്ട് കട്ടായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ഈ ടൈസറിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളും വണ്ടിക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ടൈസറിൻ്റെ ഉൾഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ സീറ്റൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതേപോലെ അത് അടിയിൽ വിനൈൽ മാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിഭാഗം നമ്മൾ ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടിയിൽ വിനൈൽ മാറ്റ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ വർക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് വരുന്നത്. സീറ്റ് നമ്മൾ ചെയ്യുന്നത് ഫുൾ ബ്ലാക്കിലാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ റൂളും അതേപോലെ തന്നെ സൈഡിൽ ഡയമണ്ട് കട്ടും കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്ത് വെച്ച് കറക്റ്റായിട്ടൊന്ന് കാണാം. അതിലൂടെ തന്നെ അവിടെ ഒരു വാഗണറിൻ്റെ സീറ്റിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലാക്കും അതിലൊരു ലൈറ്റ് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലായിട്ടാണ് നമ്മൾ അതിൻ്റെ ഈ വാഗണറിൻ്റെ വർക്ക് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ടൈസറിൻ്റെയാണ്. അതിലേക്കുള്ള വിനൈൽ മാറ്റാണ് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു സീറ്റിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ബ്ലാക്ക് ആണ് ചെയ്യുന്നത്. ബ്ലാക്ക് സൈഡിൽ ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ സെൻറ്ററിൽ റൂള് മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെ നമുക്ക് ട്രിപ്പിൾ സ്റ്റിച്ചാണ് വരുന്നത് കേട്ടോ. ഇത് ഫുൾ ബ്ലാക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുൾ ബ്ലാക്ക് നല്ല ഷോ വരുന്നൊരു സീറ്റ് തന്നെയാണ്. അപ്പോൾ മറ്റേ സീറ്റിന്റെ വർക്ക് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ഇത് ഫ്ലോർ മാറ്റിൻ്റെ ഒട്ടിച്ച് തുടങ്ങിയ ഫ്ലോർ മാറ്റിൻ്റെ ഫിറ്റിങ്സ് ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലെ രണ്ട് ഭാഗം ലെഫ്റ്റും റൈറ്റും ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ആണ് ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സീറ്റിൻ്റെ നമുക്ക് വർക്കുകൾ, സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സീറ്റിൻ്റെ കഴിഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ 2 സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ സീറ്റിൻ്റെ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലെ 2 സീറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സീറ്റ് തന്നെയാണ്. കണ്ടോ, ഇത് ഞാൻ നേരത്തെ കാണിച്ച സീറ്റാണ്. ഈ വർക്ക് നേരത്തെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഈ സീറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ സീറ്റിൻ്റെ വർക്ക്, അതുപോലെ ഹെഡ് റെസ്റ്റിൻ്റെ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ആ സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഒരു സ്റ്റിയറിംഗ് കവറും കൂടി നമ്മളിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 വർക്ക് നമ്മളിൽ ചെയ്തിട്ടുള്ളത്, ഒന്ന് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കവറും അതേപോലെ തന്നെ അടിയിലേക്കുള്ള വിനൈൽ മാറ്റും പിന്നെ സീറ്റ് കവറും. സീറ്റിൽ നമ്മൾ 1 ഇഞ്ച് സ്പോഞ്ച് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സീറ്റിന് നമുക്ക് മാത്രമല്ല, നമുക്കത് 1 ഇയർ വാറണ്ടി നമുക്ക് ആ സീറ്റിന് വരുന്നുണ്ട്. 1 ഇഞ്ച് ഫോം ഇട്ടിട്ടുണ്ട്. ചേർന്ന ആ റൂളിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരുവിധം വർക്കുകളൊക്കെ ആയിട്ട് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ടൈസർ എന്ന് പറഞ്ഞ വണ്ടിയിലെ സീറ്റിൻ്റെ ഫിറ്റിങ്സും അതേപോലെ തന്നെ ഫ്ലോർ മാറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ടൈസറിൻ്റെ സീറ്റ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ്, ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂളും കൂടിയിട്ടുള്ളൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അടിയിൽ വിനൈൽ മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വിനൈൽ മാറ്റ് ചെയ്യുന്നത് നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അതുപോലെ സീറ്റ് എൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞത് സീറ്റ് ഇതേ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ ഫുൾ ബ്ലാക്ക് നൂലിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വേറെ വർക്കാണ്. ഇതിന് സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിയറിംഗ് കവറും കൂടി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആ ബാക്കിലെ സീറ്റും കൂടി നമുക്കൊന്ന് കാണാം. ബാക്കിലെ സീറ്റിൻ്റെ വർക്കും കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവറും അതേപോലെ തന്നെ
വിനയൽ മാറ്റ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടുത്ത നല്ല അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.